ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, സ്നേഹത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും? ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ്. 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കണ്ടില്ല, നമുക്ക് പറയാവേ. ഫസ്റ്റ് കാർഡ് ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് 3 ഓഫ് സോഡ് വന്നിരിക്കുന്നു. ഏസ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, പേജ് ഓഫ് പെന്റക്കിൾസ്, ദ ടവർ, മൂൺ കാർഡ്, എംബറർ, 5 ഓഫ് സോഡ്. നമുക്ക് നോക്കാവേ. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്കത് ചാരിയട്ടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ചാരിയട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, ചാരിയട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒരു രഥത്തിൽ ഇരിക്കുന്ന ഒരു രഥം ഓടിക്കുന്നത് ആരാണ്? സത്യത്തില് രഥം ഓടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് രഥം ഓടിക്കുന്നത്, അല്ലേ? അങ്ങനെ കഴിവുള്ള ഒരു വ്യക്തി ആരാണ്? ഒരു രാജകുമാരനാവാം, അല്ലെങ്കിൽ ഒരു രാജാവാകാം, ആരുമായിക്കൊള്ളട്ടെ. ആ ഒരു വ്യക്തിക്ക് എന്താണ്? ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, അല്ലെ? എങ്ങോട്ടാണ് വാഹനം ഓടിക്കുന്നത്? എങ്ങോട്ടാണ്? ആദ്യം തന്നെ ഒരു ലക്ഷ്യബോധമില്ലാതെ ഒരു വാഹനത്തിൽ ആരും ഇരുന്ന് ഡ്രൈവ് ചെയ്ത് പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനൊരു ഇന്ന സ്ഥലത്തേക്കെന്നൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണമല്ലോ, അല്ലെ? ഇനി വഴിയിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ തയ്യാറുള്ള ഒരു വ്യക്തിയുമായിരിക്കണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു വാഹനം ഓടിച്ച് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. വാഹനം ചിലപ്പോൾ സ്വന്തമായിട്ടുണ്ടാവാം. ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സ്വന്തമായി വാഹനമുള്ളവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇനി അഥവാ അതല്ല, നിങ്ങൾ വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയും ഉണ്ട്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിഹരിക്കാൻ തക്കതായ എനർജി ഉള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങളിൽ പലർക്കും അതുപോലെ തന്നെ പല കാര്യങ്ങളെയും, പല സിറ്റുവേഷനുകളെയും, പല സാഹചര്യങ്ങളെയും മറികടക്കാൻ, മോശമായ സാഹചര്യങ്ങളെയൊക്കെ മറികടക്കാൻ തക്കതായ കഴിവുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് വാഹനം, അല്ലെങ്കിൽ വാഹനത്തിന് ലൈസൻസ് എടുത്തിരിക്കുന്നവരാവാം, അതുമല്ല എങ്കിൽ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയും ആവാം. വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്താണ്? വിൽ പവർ ഉണ്ടായിരിക്കും, പവർഫുൾ ആയിരിക്കും. ആ ഒരു വ്യക്തി എല്ലായ്പ്പോഴും പവർഫുൾ ആയിരിക്കും. പേടിച്ച് പറിച്ചൊന്നും ഒരു വണ്ടിയും ഓടിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല, അല്ലേ? ഇന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ നിങ്ങൾക്ക് നല്ല വിൽ പവർ ഉണ്ടായിരിക്കുന്നു, നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നല്ല ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിലല്ലേ പവർഫുൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ദൈവാനുഗ്രഹമുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ ഒരുപാട് ദൈവഭക്തിയുള്ളവർ, വിഷ്ണു ഭക്തരാവാം, ശിവഭക്തരാവാം, അങ്ങനെ എന്തായാലും ഒക്കെ നല്ല പവർഫുൾ ആയിട്ട് ഒരുപാട് ഹൈ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചിലപ്പോൾ തുടക്കം ഇടുന്നുണ്ടാവാം ഇവിടെ ഈ ഒരു ദിവസം.
ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും പരീക്ഷകളൊക്കെ വളരെ വളരെ പ്രയാസമേറിയ ചില പരീക്ഷണ ഘട്ടത്തിലൊക്കെ നിങ്ങൾ മുഴുകിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ ഒന്ന് മറികടക്കണമെന്ന്, അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എത്ര വലിയ പരീക്ഷണ ഘട്ടം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും അതിനെ നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ അത്രമാത്രം വിൽ പവറുള്ള ആൾക്കാരാണ്, പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ചില സാഹചര്യങ്ങളൊക്കെയും മറികടന്ന് നിങ്ങൾക്ക് കുറെ അധികം ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് ആകുന്ന പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾ ഇവിടെ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു റീയൂണിയനുള്ള സാധ്യത കൂടി പറയാൻ പറ്റുന്നത്. അത്രമാത്രം സക്സസിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അഥവാ അടുത്തായിട്ട് വന്നിരിക്കുന്ന 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നിട്ട് നിങ്ങൾ അതിൻ്റെതായ ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം നിമിത്തം നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ. അതുമല്ല, ചിലപ്പോൾ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് നിമിത്തം നിങ്ങൾ വിഷമിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തലവേദനയാവാം, അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങളും ആവാം. അത് നിമിത്തം നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന എനർജി ഉണ്ടാവാം. അതിലൂടെയാണ് നിങ്ങൾ കുറേയൊക്കെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നത്. ഇതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരും. സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചു കാലം ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിലനിന്നിരിക്കാം. ഇനി ഏതെങ്കിലും വ്യക്തികൾ നിമിത്തം ഒരുപാട് മാനസികമായ മുറിവേറ്റിട്ട് നിങ്ങൾ അതിൽ കുടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാമല്ലോ. അതിൽ നിന്ന് നിങ്ങൾ റിക്കവറായി ഒന്ന് മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം. ചിലപ്പോൾ ആരെങ്കിലും സാമ്പത്തികപരമായ ചീറ്റിംഗ് നിങ്ങൾക്ക് നടത്തിയിട്ടുണ്ടായിരിക്കാം. സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്ന എനർജി ഉണ്ടാവാം. അതിലൂടെയും നിങ്ങൾ ഇത്രമാത്രം വിഷമം അനുഭവിക്കാം, അല്ലെ? സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ചീറ്റിംഗ് ആണത്. ആ ചീറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മുറിപ്പെടുത്തുന്ന വേദനകളാണത്. ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു എനർജിയാണത്. അവിടെ ഒരുപാട് സങ്കടപ്പെടേണ്ടതായിട്ട് വരും. അത് കുറച്ചു കാലം ഇട്ട് വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കുറച്ചൊന്ന് റിക്കവറായി വരണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാരണം പിന്നീട് വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന് വരുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. കാരണം സാമ്പത്തികത്തിന്റെ തുടക്കമാണ്. പെന്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇത് നിങ്ങൾക്കൊരു ലൈഫിൽ ഒരു സ്ഥിരത നൽകുന്നതാണ് എന്നാണ് കാണുന്നത്. കാരണം കുറേ സ്രോതസ്സുകൾ വരുന്നുണ്ട്, സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സ്രോതസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരുപാട് സന്തോഷങ്ങൾ ചിലപ്പോൾ കിട്ടാനുള്ളതാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ പലിശ സഹിതം മുതലും പലിശയും ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് അതിന് ഡബിളാക്കി തിരിച്ചു കിട്ടുന്നതാവാം. അതുമല്ല എങ്കിൽ പുതിയൊരു ജോലി ലഭിക്കുന്നതും ആവാം. അതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏസ് ആണ് വന്നിരിക്കുന്നത്. ഏസ് എന്ന് പറയുമ്പോൾ സണ്ണിന്റെ എനർജിയാണ്. സണ്ണ് ഒരു തുടക്കമല്ലേ ജീവിതത്തിൽ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സമ്പത്തിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു എനർജി അല്ലേ? അപ്പോൾ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒരു എനർജിയാണ് ഇത്. നിങ്ങൾക്കിന്ന് ലഭിക്കാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കോണ്ടാക്ട് ആയി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു എനർജി കണക്റ്റ് ആകുന്നുണ്ട് ഇന്നത്തെ ദിവസം. അഥവാ പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ചിലർക്ക് ജോലി നോക്കിയിരിക്കുന്നവർക്ക് എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെതായ മെസ്സേജ് വരാം, കോൾ വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പേപ്പർ വർക്കൊക്കെ നിങ്ങളിലേക്ക് വരാം. മനസ്സിലായി? അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി കൊടുക്കാനുള്ള എനർജി ആവാം. ഏതെങ്കിലും തരത്തിൽ മെസ്സേജ് വരാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ജോലി നോക്കിയിരുന്ന് നിങ്ങൾക്ക് വളരെയധികം വിഷമിച്ചിരുന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വളരെയധികം സന്തോഷമുള്ള എനർജിയാണ് ഇവിടെ രണ്ടും വന്നിരിക്കുന്നത്. ഇവിടെ ദ ടവർ ആണ് വന്നിരിക്കുന്നത്. കാരണം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചിരിക്കാതെയാണ് ചില സൗഭാഗ്യങ്ങൾ നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോയതുപോലെ മറ്റു ചില വ്യക്തികൾ വന്ന് സംഭവിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതം അപ്പാടെ നശിപ്പിച്ചിട്ടുണ്ടാവാം.
നിങ്ങൾ ഐശ്വര്യകരമായ ഒരു ജീവിതം നയിക്കുന്നു, സമൃദ്ധിയിൽ കഴിയുന്നു എന്നുള്ളത് കണ്ടിട്ട് പലർക്കും എന്താണ് അത് അസുഖമായിട്ട് തോന്നുകയാണ്. അത് അവർക്ക് ഇഷ്ടപ്പെടാതെ തോന്നിയിട്ട് നിങ്ങളിലേക്ക് അസൂയ നിറഞ്ഞ ദൃഷ്ടി പതിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതുമല്ല എങ്കിൽ ഇടിച്ചു കയറി നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇതൊന്നും നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായ ഒരു വിള്ളൽ വീഴുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ അതിശയിക്കത്തക്ക വിധത്തിലുള്ള ഒരു എനർജിയാണത്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് നേടിയെടുത്ത ചില കാര്യങ്ങൾ, ജോലിയാവാം, വാഹനമാകാം, അതുപോലെ വീടാവാം, ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും എന്താണ് ഇടിഞ്ഞു തകർന്ന് തരിപ്പണമാകുന്ന ഒരു എനർജിയാണിത്. ജോലി നഷ്ടപ്പെടുകയാണ്, പെട്ടെന്ന് വാഹനം നഷ്ടപ്പെടുന്നു, വീട് നഷ്ടപ്പെടുന്നു. അങ്ങനെ പലതരത്തിൽ നിങ്ങൾ പെടുത്തിയിരിക്കുന്ന എനർജി. കാരണം നിങ്ങൾ പെട്ടുപോവുകയാണ്. പെട്ടെന്നൊരു സന്തോഷം വന്നു, ആ സന്തോഷത്തെ ഇല്ലാതെയാക്കി കളയുകയാണ് മറ്റു ചില വ്യക്തികൾ ചേർന്ന്, അതുമല്ല എങ്കിൽ മറ്റു ചില സാഹചര്യങ്ങളിലൂടെ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പരിവർത്തനത്തിൻ്റെതായ എനർജിയാണ്. ഇത് നിങ്ങളുടെ കർമ്മയാവാം. കുറച്ചു നാൾ നിങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെട്ടിരിക്കും. മനസ്സിലായി? കുറെ നാൾ നിങ്ങൾ ഈ ഒരു എനർജിയിൽ ഇരിക്കേണ്ടതായ അവസ്ഥ വരെ, എനിക്കിത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിരിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ. ഇപ്പോഴും ചില ആൾക്കാർ ചില കാര്യങ്ങളിലൊക്കെ സ്റ്റക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്നൊന്ന് വെളിയിൽ വരണമെങ്കിൽ കുറെ അധികം നിങ്ങൾ പാടുപെട്ടിട്ടുണ്ടാവണം. കുറെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം ഇതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാൻ വേണ്ടി. ക്ഷേത്രങ്ങളിൽ പോകാം, പള്ളികളിൽ പോകാം, അല്ലെങ്കിൽ മോസ്ക്, അങ്ങനെ എവിടെയായാലും ആരാധനാലയങ്ങളിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ ജപങ്ങൾ, മന്ത്രങ്ങൾ, മെഡിറ്റേഷൻസ് ഇതെല്ലാം നടത്തി നിങ്ങൾക്ക് ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അവിടെ നിന്ന് തീർച്ചയായിട്ടും പിന്നീട് വരുന്നിരിക്കുന്നത് എന്താണ്? മൂൺകാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ചിലപ്പോഴൊക്കെ പേടിച്ചിരിക്കുന്നുണ്ടാവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് മറ്റുള്ളവരെന്നെ പറ്റി പറയുന്നത്? ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയാണോ? ആകാംക്ഷയാണ്. മായയിൽ അകപ്പെട്ടിരിക്കുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. സംഭവിച്ചത് എന്താണെന്ന് ഒട്ടും മനസ്സിലാക്കാനുള്ള കഴിവില്ല. യാഥാർത്ഥ്യത്തിലേക്ക് അഥവാ ഇൻറ്റ്യൂഷൻ കിട്ടി വരുമ്പോഴേക്കും കുറച്ച് സമയം കടന്നിരിക്കും. മനസ്സിലായി? അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരും. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുന്നുണ്ട്. മൂൺ കാർഡല്ലേ, മൂണിന് പലപ്പോഴും ചേഞ്ച് വന്നല്ലേ ഫുള്ളാവുന്നത് അല്ലേ എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങൾക്ക് പതുക്കെ ചേഞ്ച് വന്ന് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് അതിൽ നിന്നും റിക്കവർ ആകാൻ സാധിക്കും. മനസ്സിലായി? അങ്ങനെ നല്ലൊരു പരിവർത്തനത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ എംപററുടെ എനർജിയാണ്, നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്. 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റേബിളായ ഒരു ലൈഫിലേക്ക് വരാൻ കഴിയുന്നു. സ്റ്റേബിളായ ഒരു ലൈഫിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാം. അത് ചിലപ്പോൾ ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അതാവാം. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടാവാം. ഈ ഒരു സമയത്ത് നിങ്ങൾ പല കാര്യങ്ങൾക്കും പരിശ്രമിച്ചിട്ടുണ്ടാവണം. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ, ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, ദുരിതങ്ങൾ ജീവിതത്തിൽ വിഷമ ഘട്ടങ്ങളിൽ അകപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രമിച്ചിട്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ സ്ഥായിയായ ഒരു ജോലിയായിരിക്കാം, ഒരു ജോബ്, അഥവാ ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങളുടെ ജീവിതചര്യകൾ പാലിച്ച് മുന്നോട്ട് വരുമ്പോൾ ആരോഗ്യത്തെ നിലനിർത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ കുറെ നോളജ് ലഭിക്കുന്നുണ്ടാവും. നല്ല നല്ല വീഡിയോസ് ഒക്കെ കാണണം നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടാകും. വളരെ ആത്മീയപരമായ ഒരു പരിവർത്തനം തന്നെ നിങ്ങൾക്ക് സംഭവിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ സ്റ്റേബിളായിട്ട് നിലനിർത്തുന്ന എനർജിയാണ്. കണ്ടല്ലോ? പിന്നീട് നിങ്ങൾക്ക് എന്തിനേയും മറികടക്കാനുള്ള കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അഥവാ ഇനി വന്നിരിക്കുന്നത് 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, മാനസികമായിട്ട് ചെറിയ എന്തൊക്കെയായിട്ട് നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവും.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി, പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത്തരം എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്കത് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവായി കഴിഞ്ഞു. കാരണം ഇൻഡ്യൂഷൻ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ പരിവർത്തനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ മായയിൽ നിന്നും വെളിയിൽ വന്നിട്ടുണ്ട്. ഇല്യൂഷനിൽ നിന്ന് നിങ്ങൾ മറ്റ് ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. യാഥാർത്ഥ്യത്തിലേക്ക്, റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുന്നു. അതാണ് നിങ്ങൾക്ക് എംപററുടെ പദവിയിലേക്ക് വരാൻ കഴിഞ്ഞത്. ഇല്ല എങ്കിൽ പറ്റില്ല, അവിടെ തന്നെ ഇരുന്നു പോകും. മനസ്സിലായോ? അങ്ങനെ വന്നിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര നല്ല ഉയരങ്ങളിലേക്ക് വന്നാലും ചിലപ്പോഴൊക്കെ ദൃഷ്ടിദോഷം നിങ്ങളെ ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിശ്രമത്തിലൂടെയാണ് നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് വരുന്നത്. ഇത് കണ്ട് അസൂയപ്പെടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എത്ര പെട്ടെന്നാണ് അവർക്ക് ഇങ്ങനെ മാറ്റം വന്ന്, എന്ത് നല്ല ഒരു ഉയർച്ചയിലേക്ക് വന്നല്ലോ, ഇതൊക്കെ പറയാൻ പല ആൾക്കാരും ഉണ്ടാവും. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ സ്നേഹം നടിച്ച് നടക്കുന്ന ചില ആൾക്കാർ പോലും അങ്ങനെയൊക്കെ പറയും. പറയണ്ട, അവർ നാക്കെടുത്ത് പറയണ്ട, അവരുടെ ഒരു ദൃഷ്ടി മതിയാവും. മനസ്സിലായോ? നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു ദൃഷ്ടി മതി. നല്ലതുപോലെ ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ, നല്ലൊരു ജോലിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ദൃഷ്ടി മാത്രം മതിയാവും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയിലേക്ക് വരാൻ. അങ്ങനെ ഇവിടെ ദൃഷ്ടിദോഷം കൊണ്ട് ചിലപ്പോഴൊക്കെ ഒരു നെഗറ്റീവ് എനർജിയിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട്. കാരണം എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ, എന്തൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടോ, പെട്ടെന്ന് തന്നെ അതൊന്നും ആരോടും പറയാൻ പാടില്ല. മനസ്സിലായോ? സാമ്പത്തികപരമായ വരുമാനം ഈ വരുന്നതൊന്നും ആരോടും വിളിച്ചു പറഞ്ഞ് നടക്കണ്ട. മനസ്സിലായോ? നിങ്ങൾക്കൊരു ജോലി ലഭിക്കാൻ പോകുന്ന ഇത് ആരോടും പറയണ്ട. നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്നു, ആരോടും പറയണ്ട. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെതായ എനർജിയാണ്, വിദേശത്ത് പോകുന്ന എനർജിയാണ്. കണ്ടില്ലേ? 8 ഓഫ് വാണ്ട്സ് നിങ്ങൾ തൊട്ട് താഴെ വന്നിരിക്കുന്നത് 8 ഓഫ് വാണ്ട്സ് ആണ്. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികപരമായ അഭിവൃദ്ധിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ വിദേശത്ത് പോകാൻ, ചില പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാനൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുതിയ ചില ന്യൂസുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ചില മെസ്സേജുകൾ വരുന്നുണ്ട്, ചില ജോലിക്കുള്ള അപേക്ഷകളാവാം, അല്ല എങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാനാവാം. എന്തൊക്കെയോ ചില നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്കുള്ള ഒരു വഴി തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം സാമ്പത്തികമാണ് ഇവിടെ. കണ്ടില്ലേ? സമ്പത്തിൻ്റെതായ ഒരു വഴിയിലേക്ക് നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുന്നു, ആ ഒരു വഴിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ വിദേശത്ത് ജോലിയാവാം, ഇനി എന്തുമാകാം. ഇവിടെ 8 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഇവിടെ അതിശക്തമായ ആ ഒരു ആവേശമാണ്. നല്ല കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ യാത്രകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില യാത്രകൾ നിങ്ങൾക്ക് സഫലമാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും യാത്രകൾ ഉണ്ടാവാം, അത് നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട്. ചില ട്രിപ്പുകളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അഥവാ പിണങ്ങിയിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള റീയൂണിയൻ സംഭവിക്കാം, ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ നടക്കാം. അങ്ങനെ പല കാര്യങ്ങളിലും ഇവിടെ വളരെ ശക്തമായ എനർജിയാണ് വന്നിരിക്കുന്നത്. തൊട്ട് താഴെ വന്നിരിക്കുന്നത് 10 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഭാരമേറിയത് എന്തൊക്കെയോ നിങ്ങളിവിടെ തീർക്കാൻ പോകുന്നു. ചില ഇവിടെ ഒരു സ്ഥലത്തെ താമസം മതിയാക്കി മറ്റൊരിടത്തേക്ക് പോവുകയാണ്. നല്ല ശുദ്ധമായ, നല്ല കാമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്ന എനർജിയാണ്. അവിടെ നിന്ന് നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്ന എനർജി, ഇവിടെ ഒരു പുതിയ തുടക്കം തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. എന്താണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷം എന്താണെന്ന് നമുക്ക് നോക്കാം. നാല് കാർഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കാർഡ്സ് കൂടെ എടുക്കാം. ലയണാണ്. കണ്ടല്ലേ? ലയൺ എന്ന് പറയുമ്പോൾ ടൈം ടു ആക്ട് ചെയ്യാൻ, ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു. കണ്ടില്ലേ? ഉള്ളിൽ ആശയങ്ങൾ വെച്ചാൽ പോരാ, ആശയങ്ങൾ ഉള്ളിലുണ്ട്, പക്ഷെ അത്
നമ്മൾ പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കണം. നമുക്ക് പലപ്പോഴും അങ്ങനെയാണ്, പല ആശയങ്ങളും നമ്മളുടെ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ ആശയത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് ആക്ഷൻ എടുത്ത് അതിലേക്ക് ആ പ്രവൃത്തിയിലേക്ക് ഒന്ന് ആക്റ്റീവ് ആകാനോ ഒന്നും സാധിക്കാത്ത ചില സമയങ്ങളുണ്ടാവാം. പക്ഷെ ഈ സമയത്ത് നിങ്ങളെ കൊണ്ട് ഇതിനൊക്കെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. വിഷ് ഈസ് ഗ്രാൻഡഡ്. കണ്ടില്ലേ, നിങ്ങളുടെ എന്തോ ആഗ്രഹം ഇവിടെ സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സക്സസ് ആയി വരും എന്നുള്ള ഡെസ്കാണ്. പേ അറ്റൻഷൻ ടു യുവർ വർക്കിൽ നിന്ന് നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായോ? ജോലി ചെയ്യുന്നിടത്ത് അത് മാത്രം ശ്രദ്ധിക്കുക. വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ എന്ന് പറയത്തില്ലേ? കളിക്കുന്ന സമയത്ത് അതിലുള്ള ശ്രദ്ധ, വർക്ക് ചെയ്യുമ്പോഴും അതിലുള്ള ശ്രദ്ധ, അങ്ങനെ വളരെയധികം ശ്രദ്ധ ചെലുത്തൂ നിങ്ങളുടെ ജോലിയിൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സക്സസ് അഷ്വേർഡ് വിത്ത് ഗുഡ് പ്ലാൻസ് ആൻഡ് ഹാർഡ് വർക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആവേണ്ടത് നിങ്ങളുടെ നല്ല പ്ലാനുകൾ, നല്ല പദ്ധതികളിലൂടെയും നല്ല ഹാർഡ് വർക്കിലൂടെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചുമ്മാ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലസതയോടുകൂടി ഒരു കാര്യത്തെ സമീപിച്ചാൽ ഒന്നും നിങ്ങൾക്കൊരു സക്സസും ലഭിക്കില്ല. മനസ്സിലായോ? ഡോൾഫിനാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം വളരെ സൂപ്പർ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഡോൾഫിനാണ്, കണ്ടില്ലേ? ഫിനാൻഷ്യൽ ഗെയിൻ യൂഷ്വലി കമ്മിങ് ഫ്രം സംതിങ് യു ഡിഡ് ഇൻ ദ പാസ്റ്റ്. നിങ്ങൾ പണ്ട് എന്തോ ചെയ്തിരുന്ന കാര്യത്തിലായിട്ട് നിങ്ങൾ ചിലപ്പോൾ പണ്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിരുന്നതാവാം സാമ്പത്തികം, അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏതെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിട്ടിയായിരിക്കാം, ലോണായിരിക്കാം, എന്തിനോ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് ഗെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ നല്ല എനർജി അല്ലേ? അപ്പോൾ ഇവിടെ ഈഗിളാണ്. ട്രയംഫ് ഓവർ ട്രബിൾസ് ഒബ്സ്റ്റക്കിൾസ്. കണ്ടില്ലേ? ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഒക്കെ അതിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നു, നിങ്ങൾക്ക് അതിലൊക്കെ ഒരു വിജയം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സക്സസ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഒരു സക്സസ് വരുന്ന ദിവസമാണ്. എല്ലാവർക്കും അത് സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. എല്ലായ്പ്പോഴും ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിലെ പോസിറ്റീവ് എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്ത് കമൻറ്റ് ചെയ്യണം. മനസ്സിലായോ? അതാണ് ഏറ്റവും നല്ലത്. യൂണിവേഴ്സിന് താങ്ക് യു പറയാനും ഒരു കാരണവശാലും മടിക്കരുത് കേട്ടോ. അപ്പോൾ കാരണം ഒരു വീഡിയോ കൊണ്ട് വെറുതെ അങ്ങ് ഇട്ട് തട്ടിപ്പോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെന്റൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യണം, അത്യാവശ്യ കാര്യമാണ്. അതിലൂടെയാണ് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ കമന്റ് ഇടുന്നതിലൂടെയും. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.